ഓപ്പറേഷൻ ഡി ഹണ്ടിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ 736 പേർ അറസ്റ്റിലായി. ഓപ്പറേഷൻ ആഗിൽ വിവിധ ക്രിമിനൽ കേസുകളിൽപ്പെട്ട 5985 പേരും അറസ്റ്റിലായി. ഈ മാസം 15 മുതൽ 17 വരെയുള്ള കണക്കാണിത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായുണ്ട്. അമൽ, ചെറിയ കണക്കൊന്നുമല്ല, വിവരങ്ങൾ. നേമത്തെ അഖിലിൻ്റെ വധത്തിനു ശേഷമാണ് പോലീസ് ഉണർന്നെണീക്കുന്നത്. എല്ലായിടങ്ങളിലും വ്യാപകമായ പരിശോധന നടക്കുന്നു. ഓപ്പറേഷൻ ആഗ് എന്ന പേരിലാണ് സംസ്ഥാനത്തുടനീളം ഈ ക്രിമിനലുകളെ തേടിയുള്ള പരിശോധന പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വിവിധയിടങ്ങളിൽ നിന്നായി 6000-നടുത്ത ആളുകളെയാണ് 2 ദിവസം കൊണ്ട് പിടികൂടിയിരിക്കുന്നത്. 5985 പേരെ ഇതിനോടകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ ആഗ് മാത്രമല്ല, ഓപ്പറേഷൻ ഡീഗണ്ട് എന്ന പേരിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ആളുകളെ കണ്ടെത്താനായി വ്യാപക പരിശോധനയും സംസ്ഥാനത്തിൻ്റെ ഇടങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഈ തെക്കൻ കേരളത്തിൽ നിന്നും ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുള്ളൂ എന്നതുകൊണ്ടാണ് ഈ കണക്ക് ഇങ്ങനെ വരുന്നത്. അല്ല എങ്കിൽ ഒരുപക്ഷെ ഇത്ര വലിയൊരു കണക്കിലേക്ക് കാര്യങ്ങൾ പോകില്ലായിരുന്നു. ഇതിപ്പോൾ ഒരു മരണം നടന്നതിന് ശേഷം മാത്രമാണ് പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് പോയത്. അതോടൊപ്പം തന്നെ ക്രമസമാധാന പ്രശ്നം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസിന്റെ വ്യാപകമായ പരിശോധന എല്ലായിടങ്ങളിലും നടക്കുന്നത്.